വിഷയമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ്, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ കതബ ഇൻദഹു ഫൗഖൽ അർശ് ഇന്ന റഹ്മതീ സബഖത് ഗളബി. അല്ലാഹു സൃഷ്ടികളെ പടച്ചപ്പോ അർശിന്റെ മീതെ അല്ലാഹു രേഖപ്പെടുത്തി, ഇന്ന റഹ്മതീ സബഖത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു, എന്റെ കോപത്തെക്കാളും എന്റെ റഹ്മത്ത് മുൻകടന്നിരിക്കുന്നുവെന്ന് അർശിന്റെ മുകളിൽ എഴുതിവെച്ച കാരുണ്യവാനാണ് അല്ലാഹു. സൃഷ്ടികളെ പടക്കുമ്പോൾ തന്നെ ഞാൻ അവർക്ക് റഹ്മത്താണ് കൊടുക്കാൻ പോകുന്നത് എന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് സ്വഹീഹ് മുസ്ലിമിൽ കാണാം. അല്ലാഹു ഉദ്ധരിക്കുകയാണ്, ഫീമാ യഹ്കി അൻ റബ്ബിഹി അസ്സ വജല്ല, ഖുദ്സിയായ ഹദീസ് എന്ന് പറയും. അദ്നബ അബ്ദുൻ ദംബൻ ഫഖാല, ഒരാളൊരു തെറ്റ് ചെയ്തു. നമ്മളൊക്കെ എത്ര തെറ്റാ ഒരു ദിവസം ചെയ്യുന്നത്? നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അരുതാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അരുതാത്തത് ഫോർവേഡ് ചെയ്യുന്നത്, അരുതാത്തത് അപ്ലോഡ് ചെയ്യുന്നത്, അരുതാത്തതിനെ പറ്റി ചിന്തിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് തെറ്റിലൂടെ ജീവിക്കുന്ന മനുഷ്യന്മാരാണ് നമ്മളൊക്കെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. പാപം ചെയ്തപ്പോ അയാൾ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. അല്ലാഹുവിന്റെ മറുപടി, അദ്നബ അബ്ദി ദംബൻ, എന്റെ അടിമ ഒരു തെറ്റ് ചെയ്യുകയും ഫഅലിമ, അവനെ ബോധിക്കുകയും ചെയ്തു, അന്ന ലഹു റബ്ബൻ യഗ്ഫിറുൽ ദംബ വയഖുദു ബിദ്ദംബി, പാപങ്ങൾ പൊറുക്കുകയും അത് പൊറുക്കലിനെ ചോദിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബുണ്ട് എന്നവന് ബോധ്യപ്പെടുകയും ചെയ്തു. അല്ലാഹു പറയുന്നു, അല്ലാഹുവിന്റെ മറുപടി, ഞാൻ പുറത്തു തരുമെന്നും പുറത്തു തരാതിരിക്കുന്ന പക്ഷം ഞാൻ പിടിച്ച് ശിക്ഷിക്കുമെന്നും ബോധമുള്ള ഒരടിമ എന്നെ വിളിച്ചു, അല്ലാഹുവേ അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, പുറത്തു തരണമേ എന്ന്. എന്നിട്ട് വീണ്ടും ചെന്നയാൾ തെറ്റ് തന്നെ ആവർത്തിച്ചു, അതേ തെറ്റല്ലെങ്കിൽ വേറെ തെറ്റ്. എന്നിട്ട് അയാൾ പറഞ്ഞു, അല്ലാഹുവേ റബ്ബി ഗ്ഫിർ ലീ ദംബി, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ. അല്ലാഹുവിന്റെ മറുപടി, പാപങ്ങൾ ചെയ്തിട്ട് പാപങ്ങളെ പിടിച്ച് ശിക്ഷിക്കുമെന്ന്, പാപങ്ങൾക്ക് കാരണം ശിക്ഷയുണ്ടെന്ന് അല്ലാഹു തആല തീരുമാനിച്ചുവല്ലോ, എന്നെ ശിക്ഷിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് എന്ന് ബോധ്യപ്പെട്ട മനുഷ്യൻ എന്നെ വിളിച്ചിരിക്കുകയാണ്. മൂന്നാമതും അതേ തെറ്റിലേക്ക് പോയി പാപങ്ങൾ ചെയ്യുകയും, അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദംബി, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ എന്ന് മൂന്നാമത്തെ തവണയും പറഞ്ഞ